ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. ഇന്ന് ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുമ്പത്തെ ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞു. ഇനി ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ്. അതിൽ ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി മെറ്റേണിറ്റി. മെറ്റേണിറ്റി എന്ന് പറയുന്ന പാഠത്തിലെ സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ ഓർഫൻ and give him a little milk, he said in Greek. Come with me, said the Chinaman. Come in then, do not be afraid, said the Chinaman. What do you notice about the sentences given within quotes? ഇവിടെ ചില സെൻറ്റൻസുകൾ കോട്ട്സിലാക്കിയിട്ടാണ് കൊടുത്തത്. ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ ഓർഫൻ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്, അതൊരു കോട്ട്സിലാണ് കൊടുത്തത്. കം വിത്ത് മീ കോട്ട്സാണ്. കം ഇൻ then do not be afraid, അതൊക്കെ കോട്ട്സിലാണ് കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഹിയർ, ഇങ്ങനെ കോട്ട്സിൽ കൊടുത്തതിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്താനാണ്. ദേ ബിഗിൻ വിത്ത് വേർബ്സ്, അവകൾ വെർബിനോടാണ് തുടങ്ങുന്നത്. ഹാവ് എന്നുള്ളത് ഓക്സിലറി വെർബാണ്. അതുപോലെ കം വെർബാണ്. കം വിത്ത് മീ, അതിൽ കം എന്നുള്ളത് വെർബാണ്. കം ഇൻ, അത് കം എന്നുള്ളത് വെർബാണ്. അപ്പോൾ ഇവയുടെ പ്രത്യേകതയാണ് വെർബ് കൊണ്ട് തുടങ്ങി എന്നുള്ളത്. പിന്നെന്താ ഉള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ആണല്ലേ. പിന്നെ എന്താണ്? ഇതൊന്നെങ്കിൽ റിക്വസ്റ്റോ അല്ലെങ്കിൽ കമൻറ്റോ ഒക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകൾ, കം വിത്ത് മീ, കം ഇൻ ദെൻ, ഡു നോട്ട് ബി അഫ്രൈഡ്, ഇതുപോലുള്ള സെൻറ്റൻസുകൾ, അതായത് റിക്വസ്റ്റ്, വാണിങ്, സജഷൻ, പ്രയർ, ഓർഡർ, ഇതുപോലുള്ള സെൻറ്റൻസുകൾക്കാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ഡോണ്ട് പുഷ് മീ, ബി പേഷ്യൻറ്റ്, ടേക്ക് കെയർ ഓർ എൽസ് യു വിൽ ഫാൾ ഡൗൺ. ലുക്ക് അറ്റ് ദാറ്റ് നോട്ടീസ് ബോർഡ്. ഡോണ്ട് സ്മോക്ക് ഹിയർ. ഹൗ ടയർഡ് യു ലുക്ക്. കം ആൻഡ് have a coffee. Please keep this umbrella with you. Take the first turning on right. ഇവിടെ കുറേ വാക്കുകൾ, സംസാരങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഇനി പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ഫ്രം ദ പിക്ചർ ടു മാച്ച് ദ ഫങ്ഷൻസ് ഇൻ കോളം എ ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ ദ കോളം ബി. ഇവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒന്ന് എ ഫങ്ഷൻസ്, രണ്ടാമത്തത് ബി സെൻറ്റൻസസ്. വാണിംഗ്, അപ്പോൾ ഇവിടെ മുകളിലുള്ള ഈ സംഭാഷണത്തിൽ വാണിംഗ് ഏതാണ്? അതുപോലെ അഡ്വൈസ്, റിക്വസ്റ്റ്, ഓർഡർ, ഇൻസ്ട്രക്ഷൻ, ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ, ഇൻവിറ്റേഷൻ, ക്ഷണം, സൈൻ ആൻഡ് നോട്ടീസ്, ഇവകൾ ഏതാണ് എന്നുള്ളത് ഈ പിക്ചറിലെ സംഭാഷണങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ഈ അതിൽ നിന്നാണ് സെൻറ്റൻസ് കണ്ടെത്തേണ്ടത്. കണ്ടെത്തിയിട്ട് വാണിംഗ് ഉള്ള സെൻറ്റൻസുകൾ ഏതാ, അത് വാണിങ്ങിന് നേരെ എഴുതുക. അഡ്വൈസ് ഏതാണെന്നുള്ളത് അഡ്വൈസിന് നേരെ എഴുതുക. ഓക്കെ, അതാണ് ഇതിലുള്ള ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ സെൻറ്റൻസ് ഇൻ ദ കോളം ബി എക്സ്പ്രസ് സർപ്രൈസ്, റിക്വസ്റ്റ്, സജഷൻ, ഓർഡർ, അഡ്വൈസ്, പ്രയർ, വിഷ്, എക്സെട്ര. ഇവകളൊക്കെയാണല്ലേ. എന്തൊക്കെയുണ്ട്? ആശ്ചര്യമുണ്ട്, സർപ്രൈസ്, റിക്വസ്റ്റ്, അഭ്യർത്ഥനയുണ്ട്, സജഷൻ, നിർദ്ദേശമുണ്ട്, അതുപോലെ ഓർഡർ, ആജ്ഞയുണ്ട്, അഡ്വൈസ്, ഉപദേശമുണ്ട്, പ്രയർ, പ്രാർത്ഥനയുണ്ട്, വിഷ്, ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹം. സച്ച് സെൻറ്റൻസസ് ആർ കോൾഡ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾക്കാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. ഇനി ഇവിടെ റീഡ് ദ ഡയറക്ഷൻ ഗിവൺ ബിലോ, ഫോം ഗ്രൂപ്പ് ആൻഡ് ദ ലീഡർ യു വിൽ ഗിവ് ദിസ് ഡയറക്ഷൻ, ട്രൈ ദം ഔട്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഏത് കാര്യമാണ്, ഏത് ഡയറക്ഷനാണ് കൊടുത്തത് എന്ന് നോക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം സി, ഇത് എഴുതാനുള്ളതാണ്. ലുക്ക് അറ്റ് ദ പോസ്റ്റർ ഗിവൺ ബിലോ ആൻഡ് സ്റ്റഡി ദയർ ഫീച്ചേഴ്സ്. ഇവിടെ താഴെ കുറച്ച് പോസ്റ്ററുകൾ നൽകിയിട്ടുണ്ട്.
Your hands can be dangerous. Wash them with soap and water to keep bacteria at bay. രണ്ടാമത്തെ പോസ്റ്റർ കണ്ടോ നിങ്ങൾ? ചൂസ് വൺ ഫോർ അവർ ഫ്യൂച്ചർ. ക്ലീൻ വാട്ടർ സേവ്സ് ലൈവ്സ്. അപ്പം ഇവിടെ ഒന്നാമത്തെ പിക്ചർ യുവർ ഹാൻഡ്സ് ക്യാൻ ബി ഡേഞ്ചറസ്. ഈ പോസ്റ്ററുകൾ മൂന്നും നോക്കിയിട്ട് ഒന്നാമത്തത് കൈയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക, ബാക്ടീരിയ നമ്മിൽ നിന്നും അകറ്റുക. രണ്ടാമത്തത് ഒരു ഭൂമിയുടെ ചിത്രമാണ്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ. അതായത് ഒരു ഭാഗം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, മറുഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി അല്ലേ. പിന്നെ ക്ലീൻ വാട്ടർ, നമ്മൾ വെള്ളം എപ്പോഴും ശുദ്ധിയായി കൊണ്ടിരിക്കണം, ശുദ്ധിയുള്ള വെള്ളം ഉപയോഗിക്കണം. അത് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കണം. ഇനി ഇതിൻ്റെ ഫ്യൂച്ചറുകൾ എന്തൊക്കെയാണ്? ഇതിലൊരു ഫ്യൂച്ചർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യാച്ചി ക്യാപ്ഷനുകളാണ് അല്ലേ. ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടുള്ള, കാണുമ്പോൾ തന്നെ അതിൽ ക്യാപ്ഷൻ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. യുവർ ഹാൻഡ്സ് ക്യാൻ ബി ഡേഞ്ചറസ്. അതുപോലെ ഇനി അതിലുള്ള മറ്റു പ്രത്യേകതകൾ എന്താണ്? ഇതിൻ്റെ ഡിസൈൻ വർക്ക് വളരെ അട്രാക്റ്റീവാണ്. ഈ കയ്യിൻ്റെ ഡിസൈൻ വർക്ക് കണ്ടില്ലേ, പെട്ടെന്ന് കാര്യം പിടികിട്ടും. പിന്നെ ഇതിലുള്ള പിക്ചറുകൾ കണ്ടാൽ തന്നെ നമുക്കതിലുള്ള ഐഡിയ മനസ്സിലാകും. എന്തിനെക്കുറിച്ചാണ് ഈ പോസ്റ്റർ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. ചെറിയ ക്യാപ്ഷനുകളാണ് അതിൽ നല്ല വ്യക്തമായ മെസ്സേജുകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫീച്ചേഴ്സ് ഓഫ് ദ പോസ്റ്റേഴ്സ് ആക്കിയിട്ട് എഴുതാം. ഇനി യു ആർ വൺ ഓഫ് ദ വളണ്ടിയർ ഹൂ ഡസ് സർവീസ് ഇൻ എ ഫ്ലഡ് റിലീഫ് ക്യാമ്പ്. പ്രിപ്പയർ എ ഫ്യൂ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ ഇൻമേറ്റ്സ് ഓഫ് ദ ക്യാമ്പ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ടു ഫൈറ്റ് അഗേൻസ്റ്റ് എപ്പിഡമിക്. നമ്മൾ പകർച്ചവ്യാധിക്കെതിരായിട്ട് ഉള്ള അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട്, ബോധവൽക്കരണം നൽകുന്ന പോസ്റ്ററുകൾ നിർമ്മിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തൊരു പോസ്റ്റർ നിർമ്മിച്ചു ഇതുമായി ബന്ധപ്പെട്ട്, സെയിം മാറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പകർച്ചവ്യാധിക്കെതിരെയുള്ള പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ക്യാപ്ഷനുകൾ, ഒരു 8 ക്യാപ്ഷനുകൾ എല്ലാവരും തയ്യാറാക്കുക. 8 ക്യാപ്ഷനുകൾ. ഇനി ഇതിലുള്ളത് ആക്ടിവിറ്റി 2 എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചാണ് ആക്ടിവിറ്റി 2. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ്. അതിൻ്റെ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്ത് വിട്ടു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഭാഗങ്ങൾ ശരിക്ക് കേൾക്കുക, അത് വർക്ക് ചെയ്യാം. അപ്പോൾ 2 വർക്കുകളാണ് തന്നിട്ടുള്ള, 3 വർക്കുകൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. എന്നിട്ട് ഈ ഫങ്ഷൻസ് സെൻറ്റൻസ് രണ്ടും വേർതിരിച്ച് എഴുതാൻ. പിന്നെ ഈ പോസ്റ്റർ നോക്കിയിട്ട് 8 ക്യാപ്ഷനുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.